ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മാർക്കറ്റ് അവധിയാണ്. സോ ഇന്നത്തെ ഒരു അവധിക്ക് ശേഷം നാളെ മാർക്കറ്റ് വീണ്ടും സജീവമാവുകയാണ്. ഇനി ഈ ആഴ്ച നമുക്ക് 2 ട്രേഡിംഗ് ദിവസം മാത്രമാണുള്ളത്. സോ ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ക്ലോസിംഗ് അവസാന നിമിഷം ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒന്നുമല്ല, ഇന്ന് മാർക്കറ്റ് അവധിയാണ്. അതുപോലെ തന്നെ നാളെ ഇപ്പോൾ മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ്, വീക്ക്ലി എക്സ്പയറി കൂടിയാണ്, വീക്ക്ലി എക്സ്പയറി കൂടിയുള്ള ഒരു ദിവസമാണ് നാളെ. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അവസാന നിമിഷങ്ങളിൽ കണ്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ നിഫ്റ്റിയും പുതിയ ലൈഫ് ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷമാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായത്. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 49,973 എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് വരികയും നിഫ്റ്റിയിൽ 22,783 വരെ വരികയും ചെയ്തതിന് ശേഷമാണ് 38 പോയിൻ്റ് കറക്ഷനോട് കൂടി 22,604 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. FIIസിൻ്റെ ആക്ഷൻസ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇന്നലെ പുതിയ ഉയരങ്ങളിലേക്ക് വരികയുണ്ടായി. അതേസമയം FIIസിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ 1,071 കോടി രൂപയുടെ ഒരു സെല്ലിംഗ് ആയിരുന്നു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിംഗ് മോഡിൽ വന്ന FIIസ് ഇന്നലെ ഒരു ചെറിയ പോസിറ്റീവ് പൊസിഷൻസ് കാണിച്ചു എന്നുള്ളതാണ്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 1,429 കോടി രൂപയുടെ ബൈയിങ് മോഡിലായിരുന്നു. പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ FIIസിൻ്റെ പൊസിഷൻസ് ഒക്കെ തന്നെ പോസിറ്റീവ് ഫിഗറാണ്. അതിപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചറിലായാലും ഇൻഡെക്സ് ഓപ്ഷൻസിലായാലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലായാലും ഒക്കെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമാണ് അവർ നെഗറ്റീവ് പൊസിഷൻസ് എടുത്തിട്ടുള്ളത്. സോ ഓവറോൾ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. പ്രത്യേകിച്ചും മാർക്കറ്റിൽ ഒരുപാട് റിസൾട്ടുകൾ ഇന്നലെ ഇന്നുമായിട്ട് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും നാളത്തെ മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊക്കെ പുറമെ ഇന്നും നാളെയുമായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഇന്നലെയും ഇന്നും നടന്നിരിക്കുന്ന അമേരിക്കയിലെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ഇന്ന് രാത്രി 2 മണിയോടുകൂടി പുറത്തു വരും. സോ അത് നാളത്തെ ഇന്ത്യൻ മാർക്കറ്റിനെയും അതുപോലെ തന്നെ ഏഷ്യൻ ഗ്ലോബൽ മാർക്കറ്റിനെയും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് അനുസരിച്ചിട്ട് പലിശ നിരക്കിൽ കുറവ് വരുത്താനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല. പക്ഷേ അവർ പറയുന്ന കമൻട്രികളാണ് മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് വരുന്ന ചില തീരുമാനങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെങ്കിൽ അത് ഏഷ്യൻ മാർക്കറ്റിലും അതിൻ്റെ ഒരു തുടർചലനം എന്ന നിലയിൽ ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഇതാണ്, ഇൻഫ്ലേഷൻ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിരിക്കുന്ന വേജ് റേറ്റ് ഡാറ്റയും പോസിറ്റീവാണ്. വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അത് വീണ്ടും ഇൻഫ്ലേഷനിലേക്ക് വർദ്ധിക്കുന്നതിനുള്ള ആക്കം കൂട്ടും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. സോ ഇപ്പോൾ എത്ര കാലത്തേക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നത് നീട്ടിവെക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത്. സോ അത് ഇപ്പോൾ നാളെ പ്രസ് മീറ്റിങ്ങിൽ കൃത്യമായിട്ടൊരു ഗൈഡൻസ് വരികയാണ്. ഈ വർഷം ഉണ്ടാവില്ല, അല്ലെങ്കിൽ 1.5 വർഷത്തിന് ശേഷം മാത്രമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ, ഒരു കാലപരിധി വരികയാണെങ്കിൽ അതിന് ശേഷം മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകൂ എന്നുള്ള തീരുമാനത്തിലേക്കോ മറ്റോ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് US മാർക്കറ്റിലും അതിൻ്റെ തുടർചലനം എന്ന നിലയിൽ ഇന്ത്യൻ മാർക്കറ്റിലും അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഒക്കെ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡ് എന്താണ്, കൃത്യമായിട്ട് ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് എത്ര മുതൽ നമുക്ക് എപ്പോൾ റേറ്റ് കട്ട് ഉണ്ടാകും, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട പോളിസി നയപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളായിരിക്കും മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. സോ എനിവേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. പക്ഷേ ഒരു അല്ലാത്ത മാർക്കറ്റ് പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഉള്ള കമൻട്രികളാണെങ്കിൽ, അല്ലെങ്കിൽ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളൊന്നും ഇല്ല എന്നുള്ള കാര്യമാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ക്യൂസ് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയുണ്ട്. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ്, ഇലക്ഷൻ, ക്രൂഡിൻ്റെയും അതുപോലെ തന്നെ ക്രൂഡിൻ്റെ വിലയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത്. സോ വേറെ ഒരു വലിയൊരു നെഗറ്റീവ് ഫോൾ എക്സ്പെക്ട് ചെയ്തിട്ട് സർപ്രൈസിംഗ് ആയിട്ട് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് മാത്രം എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി സർപ്രൈസിംഗ് ആയിട്ടുള്ള മറ്റുള്ള പോസിറ്റീവ് ഫിഗേഴ്സിലേക്കും ഫെഡറൽ റിസർവ് തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്സൈഡായിട്ടുള്ളത്. നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി കൂടിയാണ്. അതുകൊണ്ടുകൂടി നോക്കുന്ന സമയത്ത്, ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലോവർ ലെവൽ എന്ന് പറയുന്നത്, ലോവർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 22,450 to 22,500 തന്നെയാണ്. ഇത് സപ്പോർട്ട് സോണായിട്ടും, അതേസമയം അപ്പർ സൈഡിൽ ഇന്നലെ കാണിച്ചിരിക്കുന്ന ഒരു റേഞ്ചായിട്ടുള്ള 22,750 to 22,800 ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണുമാണ്. സോ 22,800 അപ്പർ സൈഡിലും 22,450 ലോവർ സൈഡിലുമുള്ള ഒരു ട്രജക്ടറിയാണ് നിഫ്റ്റിക്കുള്ളത്. ഇതിന് മുകളിലേക്കുള്ള ഒരു പോക്ക് തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതേസമയം 22,450 ശേഷമുള്ള അല്ലെങ്കിൽ താഴെയുള്ള ഒരു ക്ലോസിങ്ങോ അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങോ നിഫ്റ്റിയിൽ ഫർദർ സെല്ലിങ്ങിന് കാരണമായേക്കാം.
അപ്പോൾ ഇതാണ് നിഫ്റ്റി ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വന്നിരിക്കുന്ന വാർത്ത ഒന്ന് നോക്കാം നമുക്ക്. ആദ്യമായി വന്നിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത GST കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. കാരണം ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ മാസം തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ GST കളക്ഷൻ വന്നിരിക്കുകയാണ്. 2.1 ലക്ഷം കോടി രൂപയാണ് 2024 ഏപ്രിൽ മാസത്തെ GST കളക്ഷനായിട്ട് ഗവൺമെൻറ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തുള്ള കളക്ഷനുമായിട്ട് നോക്കുന്ന സമയത്ത് 12% വർധന, അതായത് 12.4% വർധനവാണ് കാണിക്കുന്നത്. ശക്തമായിട്ടുള്ള ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ, അതായത് 13.4% ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ഗ്രോത്തും അതുപോലെ തന്നെ ഇമ്പോർട്ടിൻ്റെ ട്രാൻസാക്ഷൻ ഡ്യൂട്ടി കളക്ഷൻ GST കളക്ഷൻ ഗ്രോത്ത് 8.3% ഫിനാൻസ് മിനിസ്ട്രിയുടെ സർക്കുലറിൽ പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ഷൻ, അതായത് GST കളക്ഷൻ 1.87 ലക്ഷം കോടി രൂപയായിരുന്നു കഴിഞ്ഞ മാസത്തെ കളക്ഷനായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ 2.1 ലക്ഷം കോടി രൂപയായി മാറിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ ഏപ്രിലിൽ ഇതേ സമയം 1.68 ലക്ഷം കോടി രൂപയുടെ കളക്ഷനാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ലഭിച്ചത്. സോ 1.68 ലക്ഷം കോടിയിൽ നിന്നും ഒരു വർഷം കൊണ്ട് 2 ലക്ഷത്തിന് മുകളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഇക്കോണമിയെ സംബന്ധിച്ചും അതേസമയം സെലക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വർദ്ധിക്കുന്നു എന്നുള്ളത് പൊതുവെ ബിസിനസ്സുകളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് മെയ് 1 മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടേഴ്സിൻ്റെ സെയിൽസ് ഡാറ്റയാണ്. ഏപ്രിൽ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ചലനങ്ങൾ ഓൾറെഡി ഓട്ടോ സെക്ടറിൽ ഇന്നലെയും മാർക്കറ്റിൽ കണ്ടതാണ്. ഇപ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പാസഞ്ചേഴ്സ് വെഹിക്കിൾസിൽ 8% ഗ്രോത്താണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റ്സിലും ടാറ്റ മോട്ടോഴ്സിന് 9% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. അതേസമയം അശോക് ലാലൻഡ് ഇന്നലെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു സജഷൻ കൂടി ആയിരുന്നു 165-170 റേഞ്ചുകളിൽ. അതിപ്പോൾ ഇന്നലെ 190 മുകളിൽ വരികയുണ്ടായി. അശോക് ലാലൻഡിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസിൽ 6% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. ഐഷർ മോട്ടോഴ്സിൽ 3% എക്സ്പെക്ടേഷൻ മാത്രമാണുള്ളത്. ഇപ്രാവശ്യം കൂടുതലും സർപ്രൈസ് ചെയ്യാൻ സാധ്യത 2 വീലർ സെഗ്മെൻറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ ഹീറോ മോട്ടോ കോർപ്പാണ് ഏകദേശം 25-30% ഇടയിലുള്ള വർധനമാണ് 2 വീലർ സെയിൽസിൽ ഹീറോ മോട്ടോഴ്സിന് പ്രതീക്ഷിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഓട്ടോമൊബൈൽ സെയിൽസിൽ സർപ്രൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത 2 വീലർ സെഗ്മെൻറ്റിൽ നിന്നായിരിക്കും. പിന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് വെഹിക്കിൾസിലും ടാറ്റ മോട്ടോഴ്സ് ചെറിയൊരു സെയിൽസ് അപ്ഗ്രേഡ് കാണിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. അതേസമയം 2 വീലേഴ്സിലെ മറ്റു കമ്പനികളായിട്ടുള്ള ബജാജ്, അതുപോലെ തന്നെ ബജാജും 10% അടുപ്പിച്ചുള്ള ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. TVS 10 മുതൽ 15% സെയിൽസ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. സോ പാസഞ്ചേഴ്സ് വെഹിക്കിളിലും ടാറ്റ മോട്ടോഴ്സും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ ടാറ്റ മോട്ടോഴ്സും അശോക് ലാലൻഡും 2 വീലർ സെഗ്മെൻറ്റിൽ ഹീറോ മോട്ടോർ കോർപ്പോ ആയിരിക്കും ഓട്ടോ സെയിൽസ് വരുന്നതോടുകൂടി ഫോക്കസിൽ വരാൻ സാധ്യത. യഥാർത്ഥ ഫിഗറുകൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കമ്പനികൾ അപ്ഡേറ്റ് ആക്കും. അതിനുശേഷം മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കുക. എങ്കിലും ഇതൊരു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഇതുവഴിയാണ്. അതേസമയം ഐഷർ മോട്ടോഴ്സിൻ്റെ ഫിഗർ വന്നിട്ടുണ്ട്. ഐഷർ മോട്ടോഴ്സിൻ്റെ ഏപ്രിൽ മാസത്തെ ഫിഗർ കാണിക്കുന്നത് 5377 വാഹനങ്ങളാണ് അവർ വിറ്റിരിക്കുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളായിട്ട്. 6567 വാഹനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിറ്റ സ്ഥാനത്താണ് ഇപ്പോൾ 5377 വാഹനങ്ങൾ വിറ്റിരിക്കുന്നത്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഐഷർ കമ്പനിയെ സംബന്ധിച്ചിട്ട് സെയിൽസ് കുറവാണ് എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നൽകുന്നത്. അതുകൊണ്ട് മാരുതി സുസുക്കിയെ പറ്റി ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത, അവരുടെ 4th ജനറൽ എപ്പിക് ന്യൂ സ്വിഫ്റ്റിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു, പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മെയ് 1 ഏകദേശം 15ഓളം കമ്പനികൾ Q4 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള അംബുജ സിമൻറ്റ്, അദാനി വിൽമർ, അതുപോലെ തന്നെ അദാനി പവർ, 3 കമ്പനികളും ലാർജ് ക്യാപ്പിൽ നിന്നും അദാനി ഗ്രൂപ്പിൽ നിന്നാണ്. സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള വർദ്ധമാൻ സ്പെഷ്യൽ, അതുപോലെ തന്നെ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്, ന്യൂ ടാപ്പ് ടെക്നോളജി, SIS, മംഗളം സിമൻറ്റ്, സിഗ്നി ടെക്, ഓറിയൻ സിമൻറ്റ്. മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള ധാംപൂർ ഷുഗർ, അപാർ ഇൻഡസ്ട്രീസ്, സെൻസാർ ടെക് ടെക്നോളജി, നാറ്റിൻ ലീസ്, PNB ഗിൽട്ട്, ഇത്രയും കമ്പനികളുണ്ട്. അതുപോലെ നാളെ മെയ് 2 കമ്പനികൾ ഏകദേശം 39 കമ്പനികളാണ് നാളെ റിസൾട്ടുമായിട്ട് വരുന്നത്. ഇതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഡാബർ ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, ലോയിഡ് മെറ്റൽസ്, അതുപോലെ തന്നെ അദാനി എൻ്റർപ്രൈസസ്, ബ്ലൂ സ്റ്റാർ ഇന്ത്യ, കോൾ ഇന്ത്യ, കോഫോർജ് ലിമിറ്റഡ്, അദാനി പോർട്ട്, KEA ഇൻഡസ്ട്രീസ്, ഇത്രയും കമ്പനികളാണ്. ഇതിൽ നിന്നും അദാനി പോർട്ട്, അതുപോലെ തന്നെ അദാനി പോർട്ട്, ബ്ലൂ സ്റ്റാർ പോലുള്ള കമ്പനികളിൽ നിന്നും നല്ല റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള അജന്ത ഫാർമ, റെയിൽടെൽ, ബ്ലൂ ഡാർട്ട്, രാമകൃഷ്ണ ഫോർജിങ്, സിയറ്റ്, CIE ഓട്ടോമോട്ടീവ്, വോൾട്ടാം ജീൻസ്, അതുപോലെ JBM ഓട്ടോ, KPR മിൽസ് പോലുള്ള കമ്പനികളുണ്ട്. സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള PNG ഹെൽത്ത്, ജിലാറ്റിൻ മെറ്റൽ, RS സിസ്റ്റംസ്, HSIL, സ്കിപ്പർ, ആസ്റ്റെക് ലൈഫ് സയൻസ്,
സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലുള്ള കമ്പനികളുണ്ട്. ഇനി മൈക്രോ ക്യാപ് കമ്പനികൾ ഞാൻ വായിക്കുന്നില്ല, ഒരുപാട് മൈക്രോ ക്യാപ് കമ്പനികളും നല്ല റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 39 കമ്പനികളോളം റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ്, അദാനി പോർട്ട് നല്ല റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബ്ലൂ സ്റ്റാർ പ്രത്യേകിച്ചും ഈ AC സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്നലെ ഹെവൽസിൻ്റെ റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ ചേർക്കാം. അപ്പോൾ റിസൾട്ടുകൾ തന്നെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ നാളെയും ഗൈഡ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വന്നിരിക്കുന്ന, അതായത് മെയ് 1 ഇതുവരെ അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് അംബുജ സിമൻ്റാണ്. അംബുജ സിമൻ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അവരുടെ ഇൻകം 7,966 കോടിയിൽ നിന്നും ഉയർന്ന് 8,894 കോടി രൂപയായി മാറിയിരിക്കുന്നു. ഇനി പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റം നോക്കിക്കഴിഞ്ഞാലും 1,136 കോടി ഉണ്ടായത് 1,390 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. പ്രോഫിറ്റും 763 കോടിയിൽ നിന്നും 1,526 കോടി, ഏകദേശം ഡബിളിനോട് അടുപ്പിച്ച് തന്നെ വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇൻഡസ് ടവറും നല്ല റിസൾട്ടാണ്. 1,399 കോടിയിൽ നിന്ന് ഉയർന്ന് പ്രോഫിറ്റ് 1,853 കോടി രൂപയായിട്ടുണ്ട്. സോ നല്ല റിസൾട്ടാണ് അംബുജ സിമൻറ്റ്, അതുപോലെ തന്നെ ഇൻഡസ് ടവർ. നിയോജൻ കെമിക്കൽസ് 14 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 17 കോടി രൂപയായിട്ടുണ്ട്. 204 കോടി രൂപ ഉണ്ടായിരുന്ന റവന്യൂ 200 കോടിയായിട്ട് കുറയുകയാണ് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി വന്നിരിക്കുന്നത് 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് ആണ്. അവരുടെ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് പ്രകാരം 169 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 236 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. മോൾടെക് ടെക്നോളജീസ് അവരുടെ പ്രോഫിറ്റ് 10.1 നിന്നും 6.4 കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തത്. സെയിൽസ് 43 കോടിയിൽ നിന്നും 42 കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ബ്രോക്കിംഗ് ബിസിനസ് രംഗത്തുള്ള ജിയോജിത്ത് ഫിനാൻഷ്യൽസ് ആണ്. ജിയോജിത്ത് ഫിനാൻഷ്യൽസിൻ്റെ പ്രോഫിറ്റ് 30 കോടിയിൽ നിന്നും 52 കോടി രൂപയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഷെയർ നല്ല രീതിയിൽ അപ്സൈഡ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 104, 110 വരെയൊക്കെ ഈ ഒരു അവസ്ഥയിൽ ജിയോജിത്ത് പോകാൻ സാധ്യതയുണ്ട്. 2 ദിവസമായിട്ട് നല്ല റാലിയിലായിരുന്നു. ഒരു കൂൾ ഓഫ് വരികയാണെങ്കിൽ 90-95 നിലവാരത്തിൽ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ 105 മുതൽ 110 വരെ പോകാൻ സാധ്യതയുള്ള ഓഹരിയാണ് ജിയോജിത്ത് ഫിനാൻഷ്യൽസ്. അദാനി ടോട്ടൽ ഗ്യാസും 98 നിന്നും 168 കോടി രൂപയായിട്ട് പ്രോഫിറ്റ് മാറിയിട്ടുണ്ട്. സെയിൽസും 1,115 നിന്നും 1,167 കൂടിയിട്ടുണ്ട്. ഗ്രാവിറ്റ ഇന്ത്യ കാസ്ട്രോൾ വലിയ ഒരു ഫ്ലാറ്റ് റിസൾട്ടാണ്. 202 നിന്നും 216 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഹെവൽസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 358 കോടിയിൽ നിന്നും 447 കോടി രൂപയായിട്ട് പ്രോഫിറ്റ് മാറിയിട്ടുണ്ട്. സെയിൽസും 4,800 നിന്നും 5,400 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റിസൾട്ടുകളുണ്ട്, ഇങ്ങനെ വായിക്കുന്നതിന് അർത്ഥമില്ല. പക്ഷേ നല്ല റിസൾട്ടുകളുള്ള പ്രധാനപ്പെട്ട കമ്പനികളിൽ തീർച്ചയായിട്ടും ഫോക്കസ് ഉണ്ടാകും. അതിലിപ്പോൾ വരുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, അംബുജ സിമൻറ്റ്, ഇങ്ങനെയുള്ള കമ്പനി, ജിയോജിത്ത് ഫിനാൻഷ്യൽസ്, ഇങ്ങനെയുള്ള കമ്പനികളിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്കൊക്കെ നാളെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുതന്നെ കൺസ്യൂമർ മീൻസ് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രിക്കൽ ഗുഡ്സിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടിൽ ഹെവൽസ് പ്രധാനപ്പെട്ട റിസൾട്ടായിരുന്നു. ഹെവൽസിൻ്റെ പ്രോഫിറ്റ് 24% പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് കൂടിയിരിക്കുന്നത്, 24%. അതുപോലെ മാർജിൻ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി സെഗ്മെൻറ്റ് വൈസ് ബിസിനസ് നോക്കുന്ന സ്വിച്ച് ഗിയർ ബിസിനസ്സിൽ മാത്രം 8% ഗ്രോത്താണുള്ളത്. 651 കോടി രൂപയുടെ സ്വിച്ച് ഗിയർ ബിസിനസ്സാണ് നടത്തിയിരിക്കുന്നത് Q4. കഴിഞ്ഞ പ്രാവശ്യം 601 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ. കേബിൾ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ 14% ഗ്രോത്ത് ഉണ്ട്. 1,790 കോടി രൂപയുടെ സെയിൽസാണ് കേബിൾ സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി Q4 ഉണ്ടാക്കിയിരിക്കുന്നത്. 1,568 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. ലൈറ്റിംഗ് ഫിക്സ്റ്റേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 5% ഗ്രോത്താണുള്ളത്. 413 കോടി രൂപയുടെ സെയിൽസിൽ നിന്നും 433 കോടി രൂപയുടെ സെയിൽസായിട്ട് മാറിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ കൺസ്യൂമർ ഡ്യൂറബിൾസിൽ 21% ഗ്രോത്ത്, അതായത് 750 കോടി രൂപ ഉണ്ടായിരുന്ന സെയിൽസ് ഇപ്പോൾ 910 കോടി രൂപയായിട്ടുണ്ട്. ലോയിഡ് ബിസിനസ് 6% ഗ്രോത്ത്. മറ്റു എല്ലാ ബിസിനസ്സുകളും കൂടിയിട്ട് 22% ഗ്രോത്താണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. സോ മോശമില്ലാത്തൊരു റിസൾട്ട് തന്നെയാണ് ഹെവൽസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ബ്ലൂ സ്റ്റാർ അതുകൊണ്ട് തന്നെ ഫോക്കസിലായിരിക്കും എന്ന ദിവസങ്ങളിൽ. വീഡിയോ ഇനി ഞാൻ നീട്ടുന്നില്ല. പ്രധാനപ്പെട്ട മാർക്കറ്റ് നോക്കേണ്ട ഒരു കാര്യം, വോളറ്റിലിറ്റിക്ക് സാധ്യത ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങും അവരുടെ തീരുമാനങ്ങളുമായിരിക്കും. അതേസമയം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു റേറ്റ് കട്ട് മറ്റുള്ള പ്രധാനപ്പെട്ട പരാമർശനങ്ങളൊന്നും ഇല്ല എങ്കിൽ, അതായത് ഗ്ലോബൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന പരാമർശനങ്ങളൊന്നും തന്നെ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ 22,750-നും 800-നും ഇടയിൽ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ഉള്ളതാണ്. അതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് സ്റ്റേബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 180 പോയിൻ്റെങ്കിലും റാലി, നമ്മൾ 23,000 എന്ന ടാർഗറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്.
അതേസമയം ഡൗൺ സൈഡിൽ 22,450 വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടാണ്. നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി കൂടിയുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി മാർക്കറ്റിൽ രാവിലെ മുതലേ നമ്മൾ പ്രതീക്ഷിക്കണം. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല റിസൾട്ടുകളുള്ള കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ്. വോളറ്റിലിറ്റിക്ക് അനുസരിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനുള്ള വഴികളാണ് ഞങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ റിസർച്ച് സ്ട്രോങ് ആക്കുക, നല്ല കമ്പനികളിലേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. ട്രേഡിംഗ് വോളറ്റിലിറ്റി ഒഴിവാക്കാൻ എത്രയും പ്രൊഫഷണലായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് മുൻതൂക്കം കൊണ്ട് നല്ല സ്വിംഗ് ബേസ്ഡ് ആയിട്ടുള്ള സെലക്ഷനോടുകൂടി മുന്നേറുക മാർക്കറ്റിലെന്നാണ് പറയാനുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.